എക്സൈറ്റഡ്. മഴയൊന്നും പെയ്യില്ല. ഇന്ന് മഴ മാറി നിൽക്കും. ഇതുവരെ പെയ്തിട്ടില്ലല്ലോ, ഇനി പെയ്യില്ല. വീട്ടിൽ കയറാം. എത്ര മണിക്ക് ഇറങ്ങുന്നു? അടിപൊളി. അവർ അരമണിക്കൂർ കിട്ടില്ല ഇവിടെ നിന്ന്. സീനാ ഉറപ്പാണ്. അതെ, 10:20 നമുക്ക് ഇടുന്ന് ഇറങ്ങണം. അതുകൊണ്ട് അവരോട് സ്പീഡാക്കാൻ പറഞ്ഞു. അരുണിനെ കുറിച്ച് എന്താ പറയാനുള്ളതാണ്? ഓക്കെ വാട്ട് അബൌട്ട് അരുൺ? അത് ഒന്ന് സംസാരിക്കാം. പിന്നെ ലവ് മാരേജ് അറേഞ്ച് മാരേജാണ്. ബ്രൈഡിനെ കാണാൻ എന്താ പറയണ്ടേ ഇപ്പോ? എക്സൈറ്റഡ്. ആദ്യത്തെ കല്യാണമല്ല, അപ്പൊ കുറച്ച് എക്സൈറ്റഡ് ആണ്. ആദ്യത്തേതും അവസാനത്തേതും ഒരു ടെൻഷനും ഇല്ല. ഫുൾ ചില്ലാണ്. ഞാൻ സെറ്റ് ആയിക്കോളാം. സീരിയസ് ബ്രോ. എന്നാ പിന്നെ നമുക്ക് സ്പീഡാക്കട്ടോ. അവരെ വിളിക്കാം. നമുക്ക് വിളിക്കും. 3, 2, 1 സ്റ്റാർട്ട്. ഞാൻ ബേസിക്കലി ഒരു ടോക്കേറ്റീവ് പേഴ്സൺ ആണ്. സോ അപ്പോ എന്റെ പാർട്ട്ണറും അതുപോലെ ആവണം എനിക്ക് നിർബന്ധമായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത വെച്ചാൽ എയർപോർട്ടിൽ വെച്ചാൽ ആള് UK-ൽ, ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു, ബാംഗ്ലൂർ എയർപോർട്ട്. അപ്പൊ ഡയറക്റ്റ് അവിടെ ഇറങ്ങി വന്ന് കണ്ടു. സോ ലിറ്ററലി ഇറ്റ്സ് ലൈക്ക് എ ഗോഡ്സ് പ്ലാൻ. സോ ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ മോർ ദാൻ 1 hour ആണ് സംസാരിച്ചത്. അപ്പോൾ അത് നോർമലി ഒരു കോമൺ തിങ് ആയിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഫസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഷീസ് ദ പേഴ്സൺ ഉള്ളത്. അങ്ങനെ സംസാരിച്ച് എന്താ പറയാ, നമ്മള് ഇപ്പൊ ഇവിടെ ഈ സ്റ്റേജിലെത്തി നിൽക്കുക. സോ ലിറ്ററലി ഇഫ് വൺ വേർഡിൽ ഈ ഒരു കാര്യം പറയാൻ എന്നോട് ഞാൻ പറയും ഇറ്റ്സ് എ ഗോഡ്സ് പ്ലാൻ. I'm very excited for the wedding. Shrikuti, എനിക്കൊരു സിസ്റ്റർ കിട്ടാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് കൂടുതലാണ്. And she's the perfect match for Arun. And we are very happy to have her to our family. We are welcoming her to our family. And wish you a happy married life, Arun and Shrikuti. Best wishes. $23 കൊല്ലം എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു. ഞാൻ എവിടെയും പോയിട്ടില്ല. എൻ്റെ കോളേജ് ലൈഫ് ആണെങ്കിലും ഞാൻ തൊട്ടടുത്താണ് ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ 2 വർഷമായിട്ട് മാത്രമേ വീട്ടിൽ നിന്ന് പുറത്ത് മാറി നിൽക്കുന്നുള്ളൂ. അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ അമ്മയാണ്. എന്തുണ്ടെങ്കിലും ലൈക്ക് എനിക്ക് എന്തും അമ്മയോട് പറയാം. എവിടെ പോണെങ്കിലും ഈവൻ എൻ്റെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യണം പോലും എനിക്ക് എൻ്റെ അമ്മ വേണം. അങ്ങനെയാണ്. അതുപോലെ തന്നെ എൻ്റെ ഏട്ടനും അവനുണ്ടെങ്കിൽ ലൈക്ക് അവൻ വന്നെങ്കിൽ ഞാൻ എപ്പോ അവനിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. എപ്പോ അടികൂടലും അങ്ങനെയൊക്കെയാ. അച്ഛൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ആർമിയിലാണെങ്കിലും എല്ലാവരും വിചാരിക്കും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്ന്. പക്ഷെ എൻ്റെ അച്ഛൻ അങ്ങനെയല്ല. എന്താ വെച്ചാല് ഞാൻ എന്താ ചോദിക്കുന്നത് വെച്ചാല് അത് അപ്പം എനിക്ക് സാധിച്ചു തരും.
വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. എൻ്റെ പെങ്ങളുടെ കല്യാണം എല്ലാം മംഗളകരമായിട്ട് നടന്നു. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു വെച്ചാൽ നല്ല ബോണ്ടിങ് ആയിരുന്നു. അവൾ എന്നെ ഏട്ടാന്ന് വിളിക്കൂല, നമ്മൾ ഫ്രണ്ട്സ് പോലെയൊക്കെ സംസാരിച്ച് അങ്ങനെയായിരുന്നു നമ്മളുണ്ടാവുക. അപ്പോൾ പോകുന്നതിന് വിഷമമുണ്ട്. എന്തായാലും ആളെ പോകുമ്പോൾ വളരെ വിഷമം. പിന്നെ ഇത്ര കാലം കൂടെ ഉണ്ടായിരുന്നല്ലേ, 10-28 വർഷം. പക്ഷെ കൂട്ടത്തിൽ നല്ലൊരു അളിയനെ കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട് എനിക്ക്.